ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് captcha വർക്ക് ചെയ്തിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഓരോ സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മുഴുവനായി ഈ വീഡിയോ മറ്റെന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തണം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരുന്നതാണ്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ captcha എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന 7 സൈറ്റുകളിൽ ഒരെണ്ണം മാത്രമാണ്. ബാക്കിയുള്ള 7 എണ്ണവും ഞാൻ ഓരോരോ വീഡിയോകളിലായിട്ട് പിന്നെ എനിക്ക് സമയം ഉള്ളപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്താൽ മാത്രമേ ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒപ്പമുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓരോന്നിനുമുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ആദ്യത്തെ സംശയങ്ങളിലേക്ക് കിടക്കാം. ഈ captcha എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണോ എന്നുള്ളതാണ് പലരുടെയും സംശയം. captcha ഞാൻ ആദ്യം തന്നെ പറയട്ടെ, captcha എന്ന് പറയുന്നത് ഒരു തട്ടിപ്പല്ല. പക്ഷേ താരതമ്യേന എമൗണ്ട് കുറവ് ഉള്ളതായിട്ടാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് തട്ടിപ്പായിട്ടൊരു സൈറ്റല്ല, നല്ലപോലെ പേ ചെയ്യുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഇത്തരം എമൗണ്ട് കുറയുന്നതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾ ഈ ബോട്ട് ഇവിടെ കാണുന്ന ഈ ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ captcha ബോട്ട് ടു ആക്സസ് captcha എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഇതിൻ്റെ ബോട്ടുണ്ട്. ഈ ബോട്ടിനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇത്രയും കഷ്ടപ്പെടാതെ തന്നെ കാശ് ഒരുപാട് ഉണ്ടാക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതിൽ വലിയ വമ്പൻ സൈറ്റുകളുണ്ട്. അതായത് വലിയ എമൗണ്ടുകൾ, ലക്ഷക്കണക്കിന് എമൗണ്ടുകൾ നമുക്ക് പ്രതിഫലം തരുന്ന സൈറ്റുകളുണ്ട്. പക്ഷേ അത്തരം സൈറ്റുകളിൽ പ്രൊഫഷണലുകൾക്ക് മാത്രമേ അവിടെ നിങ്ങളൊരു പ്രൊഫഷണലാണോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അവർക്ക് അതിൽ ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് എല്ലാം ചെയ്ത്, അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത്തരം സൈറ്റുകളിൽ നിന്ന് വർക്കുകളൊന്നും കിട്ടുകയില്ല. അപ്പം ഞാൻ സജഷൻ ആയിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു 7 ഇതുപോലുള്ള കുഞ്ഞു സൈറ്റുകൾ, അതായത് കുഞ്ഞു സൈറ്റുകൾ മീൻസ് ചെറിയ എമൗണ്ടുകൾ നമുക്ക് പ്രതിഫലം തരുന്ന 6-7 സൈറ്റുകളിൽ വർക്ക് ചെയ്യണം. അത്തരം കുഞ്ഞു എമൗണ്ടുകൾ നമുക്ക് ഒരുമിച്ച് ഈ 7 സൈറ്റുകളിൽ നിന്നുള്ള കുഞ്ഞ് എമൗണ്ട് നമുക്ക് ഒരു മാസം എടുക്കുമ്പോൾ നല്ലൊരു ഹ്യൂജ് എമൗണ്ടായിട്ട് മാറും. മാത്രമല്ല, വലിയ എമൗണ്ട് ഉണ്ടാക്കാനുള്ള സൈറ്റുകൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ബോട്ട് ഈ ഇതിൻ്റെ captcha ഈ ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ captcha ബോട്ട് ടു ആക്സസ് captcha എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ ബോട്ടുണ്ട്. ഈ ബോട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് ലേറ്റസ്റ്റ് വെർഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതുണ്ട്. അവിടെ ഈ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തുകൊണ്ട് ഓപ്പൺ ലിങ്ക് ന്യൂ ടാബ് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആവുന്നത് കാണാം. എന്നിട്ട് ഈ പേജ് നിങ്ങൾ ക്ലോസ് ചെയ്യരുത്. കാര്യം, നിങ്ങൾക്കുള്ള ഒരു API കീ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു API കീ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നേ ഉള്ളൂ. ഡൗൺലോഡ് ആയിട്ട് ഞാൻ ആ API കീ എങ്ങനെ പേസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി 6 സെക്കൻഡ് കൂടെ ഉള്ളൂ ഡൗൺലോഡ് ആവാനായിട്ട്. 3 സെക്കൻഡ്, 2, 0. ഓക്കെ, ഫുള്ളായിട്ട് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതെവിടെയാണോ ഈ ഫയൽ ഡൗൺലോഡ് ആയത് അവിടെ ഈ ഫയലിന് വേണ്ടി തിരയുക. എൻ്റേത് ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കിടപ്പുണ്ട്. അതിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ട് ഇവിടെ തന്നെ എക്സ്ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ സിപ്പ് ചെയ്ത ഫയൽ എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്കുള്ള captcha ബോട്ട് എന്ന് പറയുന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഈ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഓതറൈസേഷൻ ആദ്യം ചോദിക്കും. ഇതിൽ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ഒന്നും കൊടുത്ത് കയറേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓതറൈസേഷൻ യുവർ API കീ എന്നുള്ള ഈ കീ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് ഓൺ കൊടുക്കുക. ഓൺ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കാണിക്കും, ലോഡാവുന്നതാണ് കാണിക്കുന്നത്. ഇതിന് captcha എന്നൊക്കെ പറയും. ഇവിടെ I am not ഇങ്ങനെയാണ് ഇത് ഓരോ ഇമേജസ് ആയിട്ടാണ് വരുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഈ ഫയർ ഹൈഡ്രൻറ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക.
500 തീർന്നിട്ടില്ല. ഫയർ ഹൈഡ്രൻറ്റ്, ഇത്തരത്തിലുള്ള ക്യാപ്ചകൾ പിക്ചർ ക്യാപ്ചകളാണ് റൂ ക്യാപ്ചകൾ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇനി വെരിഫൈ കൊടുക്കുക. ഇവിടെ അടുത്ത ക്യാപ്ചയും ഫയർ ഹൈഡ്രൻറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് വെരിഫൈ കൊടുക്കുക. നിങ്ങളുടെ ബാലൻസ്, റെപ്യൂട്ടേഷൻ ഇതെല്ലാം ഇവിടെ കാണിക്കും. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സൈറ്റിൽ കയറി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ബോട്ട് വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നിങ്ങളിപ്പോൾ PSC പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതിൽ ചോദിച്ചിരിക്കുന്ന ബൈസൈക്കിൾ എന്ന് പറയുന്ന ഇമേജസിൽ ക്ലിക്ക് ചെയ്യാനായിട്ടാണ്. ബൈസൈക്കിൾ എല്ലാ ബൈസൈക്കിൾ ഇമേജസും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വെരിഫൈ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഈ സൗണ്ട് ഓരോന്ന് വരുമ്പോഴത്തേക്കുമുള്ള സൗണ്ട് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് ഇതാണ്ട് ഇവിടെ ഈ സൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ സൗണ്ടുകളും കേൾക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ബൈസൈക്കിൾ ഇത് ഈ ഒരു ഇമേജ് ഉണ്ട്. ഇവിടെ രണ്ടിടത്തും ചിലപ്പോൾ പെട്ടെന്ന് ഈ രണ്ട് സ്ഥലത്തും 2 വിൻഡോയിലും വരും. നോക്കി ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, വെരിഫൈ ചെയ്ത് പോയാൽ മതി. 1000 ക്യാപ്ച സാധാ ഈ ടെക്സ്റ്റ് ക്യാപ്ചകളെക്കാളും അധികം വരുമാനം കിട്ടുന്ന ഒരുതരം ക്യാപ്ചകളാണ് റീ ക്യാപ്ച. ഇതിപ്പം ഇങ്ങനെ സ്വിച്ച് ടു സ്ലീപ്പ് മോഡെന്ന് ഞാൻ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഈ അക്കൗണ്ട് ഹാസ് ബീൻ സ്വിച്ച് ടു സ്ലീപ്പ് മോഡെന്ന് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വർക്കുകൾ വരും. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് കൊടുത്ത് ക്ലോസ് ചെയ്താൽ മതിയാവും. അപ്പം നിങ്ങൾ ഈ ചെയ്ത ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം മറ്റേതിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ അതിൻ്റെ ഇത് കാണാവുന്നതാണ്. ഡാഷ്ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ പൈസയും ഇവിടെ വരുന്നതാണ്. ടുഡേ ഇന്ന് ചെയ്തതിൻ്റെ എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ബോട്ടിലൂടെ വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഈ 2 ക്യാപ്ച സൈറ്റിൽ കയറേണ്ട കാര്യമില്ല. ഈ ബോട്ടിനെ ഫുള്ളായിട്ട് ഈ ഫയലോട് കൂടി കോപ്പി ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഇടാവുന്നതാണ്. ഓരോ സമയം നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ കയറുമ്പോഴും ഈ ഫയലിനകത്ത് കയറി ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സംശയം മാറിയെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തത് ഉള്ളത് മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മൊബൈലിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. മൊബൈലിന് വേണ്ടിയുള്ള ഇൻ്റർഫേസ് അതുപോലെ ഈ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ മൊബൈൽ ഇൻ്റർഫേസ് ഇവിടെ കിടപ്പുണ്ട്. ഈ മൊബൈലിന് വേണ്ടുന്നുള്ള ഇൻ്റർഫേസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് വാട്സാപ്പിലോ അങ്ങനെയുള്ള സൈറ്റുകളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് അയാൾ ഇതിലോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ കുറച്ച് എമൗണ്ടുകളാണ് വലിയ ഹ്യൂജ് എമൗണ്ടായിട്ട് മാറുക. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വലിയൊരു എമൗണ്ടിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. അത്തരം സൈറ്റുകളൊക്കെ പറ്റിപ്പായിരിക്കും. ഇനി അഥവാ വലിയ എമൗണ്ട് തരുന്ന ജെന്യൂൻ സൈറ്റുകളുണ്ട്. അത്തരം സൈറ്റുകളിൽ നിങ്ങൾക്ക് വർക്കുകൾ കിട്ടത്തില്ല. വളരെയധികം പ്രൊഫഷണൽ ആയിരുന്നാൽ മാത്രമേ, അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടക്കത്തിൽ അത്തരം സൈറ്റുകളിൽ നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത സൈറ്റുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്തരം ചെറിയ നല്ല സൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ 1000 ക്യാപ്ചകൾക്ക് എത്രയാണ്? 1000 ക്യാപ്ചകൾക്ക് ഓരോ രാജ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇന്ത്യക്കാർ ചെയ്യുന്നതിൽ കുറച്ച് എമൗണ്ട് കുറവായിരിക്കും. പിന്നെ രാത്രി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് 11 മണി 1 മണിക്കൊക്കെ ആ സമയത്തെല്ലാം എമൗണ്ട് 1000 ക്യാപ്ചകൾക്ക് വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ള കറണ്ട് റേറ്റ് ഇതാണ്. 0.17 ആണ് 1000 ഇമേജ് ക്യാപ്ചകൾക്ക്. അതേസമയം റീ ക്യാപ്ച 1000 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ $1 കിട്ടും. കണ്ടോ? റീ ക്യാപ്ച എന്ന് വെച്ചാൽ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്യാപ്ച. നിങ്ങൾ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. രാത്രി ആണെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതൽ കിട്ടും. ഈ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എപ്പോഴും ഈ 2 ക്യാപ്ചയുടെ സൈഡിലോട്ട് കയറേണ്ടതില്ല, പെട്ടെന്ന് തന്നെ. അതുപോലെ വേറെ കുറച്ച് പേരുടെ സംശയമാണ് ഇതിൽ നിന്നുള്ള എങ്ങനെയാണ് ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളത്. ഞാൻ ഉപയോഗിക്കുന്നത് പെയ്ർ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. പേയ്പാൽ പോലെ തന്നെ ഒരു
വലിയൊരു ഇൻ്റർനെറ്റ് ബാങ്കാണ്, ഇൻ്റർനെറ്റ് വാലറ്റാണ് പെയ്ർ. അൺഫോർച്യുനേറ്റ്ലി ഈ പെയ്റിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പെയ്റിൽ നിന്ന് നമ്മൾ പേയ്പാലിലോട്ട് ഒരു എക്സ്ചേഞ്ച് മുഖേന നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഇതിനകത്തൊരു $12 ഈ പെയ്റിനകത്ത് കിടപ്പുണ്ട്. ഈ പെയ്റിൽ നിന്ന് നമ്മൾ അതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞു തരുന്നതാണ്. ഈ പെയ്റിൽ നിന്ന് നമ്മൾ പേയ്പാലിലോട്ട് ഒരു എക്സ്ചേഞ്ച് വഴി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് പേയ്പാലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇന്ത്യൻ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പെയ്റിൽ നിന്ന് പറ്റില്ല. അതുകൊണ്ട് പെയ്റിൽ നിന്ന് നമ്മൾ പേയ്പാലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പേയ്പാലിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബാങ്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒരു $14 ഇതിനകത്ത് കിടപ്പുണ്ട്, $14.53. അപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുക. റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഈ പെയ്റിൽ നേരത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പെയ്റിലോട്ട് ഈ $5 പെയ്റിലോട്ട് ഞാൻ നേരത്തെ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പെയ്ർ നിങ്ങൾക്ക് എളുപ്പമാണ്. നിങ്ങൾ captchaയിലും ഫേസ്ബുക്കിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ എളുപ്പമാണ്. നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഫുൾ നെയിം, കറക്റ്റ് നെയിമായിരിക്കണം കൊടുക്കേണ്ടത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള അതേ നെയിമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. പേയ്പാലിലുള്ള അതേ നെയിമായിരിക്കണം കൊടുക്കേണ്ടത്. ഇതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇത് കിട്ടുന്നതാണ്. ആ പെയ്റിൽ നമ്മൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും. ഈ ഇവിടെ കിടക്കുന്ന P636 ഇങ്ങനെ കിടക്കുന്ന ഒരു അക്കൗണ്ട് നമ്പർ കിട്ടും. ആ അക്കൗണ്ട് നമ്പർ ഇതിൽ കൊടുക്കുക. ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ 14.53 എനിക്കിവിടെ ഓൾറെഡി ഉണ്ട്. ഞാനൊരു $10 ട്രാൻസ്ഫർ ചെയ്യാണ്. $10 ഓർഡർ കൊടുക്കുക. ഓർഡർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, അറ്റൻഷൻ മെസ്സേജ് കാണിക്കും. അപ്പോൾ ഇതിൽ പറയുന്നത് രണ്ട് ദിവസത്തിനകത്ത് നിങ്ങളുടെ പെയ്റിൽ അക്കൗണ്ടിലോട്ട് ഈ വിഡ്രോ ചെയ്ത എമൗണ്ട് വരും എന്നാണ്. ഇവിടെ കിടപ്പുണ്ട് എമൗണ്ട് $10 ട്രാൻസ്ഫർ ചെയ്തതായിട്ട്. പെയ്ർ മെത്തേഡ് പെയ്ർ, ഡേറ്റ് ഓഫ് ഇൻക്വയറി ഇതാണ്. പേ ഔട്ട് ഡേറ്റ് പെൻഡിങ് ആണ്. പേ ഔട്ട് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അത് 2 ദിവസത്തിനകത്ത് എന്തായാലും ഈ അക്കൗണ്ടിലോട്ട് എനിക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതിലോട്ട് നമുക്ക് പെയ്ർ അക്കൗണ്ടിലോട്ട് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സൈറ്റുകളെ കുറിച്ചായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലുമായിട്ട് ടച്ച് ആയിരിക്കുക. ചാനൽ എപ്പോഴും ഈ ചാനൽ ഇടുന്ന വീഡിയോസ് കാണുക, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുക. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സംശയങ്ങൾ എൻ്റെ താഴെ രേഖപ്പെടുത്തുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലപോലെ ഹാർഡ് വർക്കല്ല, യഥാർത്ഥത്തിൽ സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ട്രിക്കുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. സോ ഇന്നത്തെ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. താങ്ക് യു.